മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ ജെറമിയ 18:4 നമുക്ക് ധ്യാനിക്കാം. The book of Jeremiah, chapter 18, verse 4. കുശവൻ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പാത്രം ചിലപ്പോൾ ശരിയാകാതെ പോകും. അപ്പോൾ അവൻ അതുകൊണ്ട് വീണ്ടും തനിക്കിഷ്ടമുള്ള രൂപത്തിൽ മെനയും. രക്ഷയുടെ സന്ദേശം നഷ്ടപ്പെടുത്തിയവർക്ക് തിരികെ കൊടുക്കുന്ന ദൈവത്തെയാണ് 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് വിവരിക്കുന്നു. തെറ്റിപ്പോയവരെ തിരുത്തി വീണ്ടും ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്നവരാക്കുവാൻ സാധിക്കും. ജെറമിയ പ്രവാചകന്റെ കാലത്ത് ദൈവജനമായ ഇസ്രായേൽ ദർശനമില്ലാതെ ധാർമ്മികമായി വളരെ അധപ്പതിച്ചു. അതേപറ്റി ചിന്തിച്ച് ഭാരപ്പെട്ട പ്രവാചകന് ദൈവം തന്നോട് സംസാരിക്കുന്ന അനുഭവപ്പെട്ടു. ഒരു ജാതി ദുഷ്ടത വിട്ട് തിരിയുന്നില്ലെങ്കിൽ അതിനോട് ചെയ്യുവാൻ നിരൂപിച്ച ഭോഷത്തെ കുറിച്ച് ദൈവം അനുഭവിക്കുമെന്ന് പ്രവാചകനോട് ദൈവം സംസാരിച്ചു. ലഭിച്ച ദൂതിനെ പറ്റി ചിന്തിച്ചുകൊണ്ട് കുശവന്റെ പണിപ്പുരയിലേക്ക് ചെന്നു. കളിമണ്ണ് കൊണ്ട് രൂപപ്പെടുത്തിയ ഒരു പാത്രം ശരിയാകാതിരുന്നതിനാൽ ആ മണ്ണ് വീണ്ടും കുഴച്ചു മറ്റൊരു പാത്രമായി രൂപപ്പെടുത്തി. കുശവൻ ചെയ്തതുപോലെ തന്നെ ദൈവം ആത്മീകമായി തകർന്നവരെ പുതിയ രൂപമായി മാറ്റുന്നു എന്ന് പ്രവാചകൻ ഉറപ്പായി. ചതഞ്ഞ ഓട ഒടിഞ്ഞു കളയുകയോ പുകയുന്ന തീ കെടുത്തിക്കളയുകയോ ചെയ്യുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ദാവീദിനെ രാജാവായി ശമൂവേൽ അഭിഷേകം ചെയ്ത കാലത്ത് ദാവീദ് സുമുഖനും വിശിഷ്ട സ്വഭാവമുള്ളവരുമായിരുന്നു. രാജാധികാരത്തിൽ പ്രവേശിച്ച ശേഷം ദാവീദ് തെറ്റ് ചെയ്തു. പക്ഷേ ദൈവം ദാവീദിനെ ഉപേക്ഷിച്ചില്ല. ദൈവഹൃദയപ്രകാരമുള്ള മനുഷ്യനാക്കി തീർക്കുകയാണ് ചെയ്തത്. ഒരുപക്ഷെ നീ ലക്ഷ്യത്തിലത് വ്യതിചലിച്ചു പോയിരിക്കാം. പാപത്തിന്റെ മുറിവുകൾ ഉണ്ടായെങ്കിലും നീ മരിച്ചിട്ടില്ലല്ലോ. നിരാശപ്പെടാതെ മടങ്ങി വന്നാൽ ദൈവം സ്വീകരിക്കും. മുടിയനായ പുത്രനെ സ്വീകരിച്ച പിതാവിന്റെ ഹൃദയമാണ് ദൈവത്തിന്റെ ഹൃദയം. അതിനായി കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവിശ്വം മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ട്. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.